ഐ ഗേസ് വെൽക്കം ബാക്ക്. ഡേറ്റ് ജൂൺ 3. ഇന്നൊരു ട്രേഡ് ഇൻട്രാഡേയിൽ എടുത്തിരിക്കുന്നത് അപ്പോളോ ഹോസ്പിറ്റലാണ്. 30 ക്വാണ്ടിറ്റി ജസ്റ്റ് ട്രേഡ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്തത് പ്രീവിയസ് ഡേയിൽ അപ് ട്രെൻഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ക്രീനർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്കിതാണ് കുറച്ചുകൂടി കംഫർട്ടായിട്ട് ഫീൽ ചെയ്തത്. ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ടായിരുന്നു. അപ്പം ഹയർ ഹൈ ഫോർമേഷൻ അല്ലെങ്കിൽ ഹയർ ലോ ഫോർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു. എന്നെ ഇന്ന് ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തു. പ്രീവിയസ് ഡേ ഹൈൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്തത്. PDHന് മുകളിൽ ഓപ്പൺ ചെയ്തതെന്ന് മാത്രമല്ല ഈ ഒരു ഏരിയയിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്ക്. അപ്പോൾ ഈ ഒരു ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ മാർക്കറ്റ് ഇനി താഴോട്ടാണ് മൂവ്മെൻറ്റ് നടത്തിയിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യുമായിരുന്നു. ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് മാർക്കറ്റ് ഈ ഒരു സ്റ്റോക്ക് ഡേ ഹൈ ബ്രേക്ക് ചെയ്തു, പിന്നെ അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തു. ഹോൾഡ് ചെയ്ത സമയത്ത് ഒരു പുൾ ബാക്ക് എന്നൊക്കെ പറയാം. അവിടെയാണ് ഞാൻ എൻ്റെ ബൈ എൻട്രി എടുത്തിരിക്കുന്നത് 30 ക്വാണ്ടിറ്റി. സ്റ്റോപ്പ് ലോസ് ഞാൻ വെക്കുന്നത് പ്രീവിയസ് ഡേ ഹൈൻ്റെ തൊട്ട് താഴെ, ഇന്നത്തെ ഡേ ലോൻ്റെ താഴെ. അതാണ് കുറച്ചുകൂടി സേഫ്. ഞാൻ അവിടെയാണ് വെക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് അവിടെ ഫിക്സഡ് ആണ്. ദെൻ ടാർഗറ്റ് ഞാൻ 1:2 കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. 1:2 മിനിമം കിട്ടാൻ വേണ്ടി, റൈറ്റ്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. ഇൻ കേസ് മാർക്കറ്റ് എന്തെങ്കിലും തരത്തിലുള്ള റിവേഴ്സൽ സിഗ്നലൊക്കെ തരുവാണെങ്കിൽ എൻ്റെ കൺവിക്ഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ കേസ്. അപ്പോൾ ട്രേഡ് എടുത്തിട്ട് കുറച്ച് സമയമായി, ചെറിയ പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്. ആ ഒരു എൻട്രി എടുത്ത് കഴിഞ്ഞിട്ട് ഒരു അപ്സൈഡ് ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു മൊമെൻറ്റം വന്നിട്ടില്ല. ഒരു കൺസോൾട്ടേഷനാണ്. ബ്രേക്കൗട്ട് നടത്തി മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഇപ്പം ഞാൻ ഇവിടെ ഒരു കാര്യം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോളോ ഹോസ്പിറ്റലിലെ കോൾ ഓപ്ഷൻ ഞാൻ ഇവിടെ ബൈ ചെയ്തിട്ടുണ്ട്. വൺ ലോട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 125 ആണ്. ഏകദേശം 25,000 അടുത്ത് എനിക്ക് ഒന്ന് ക്യാപിറ്റലായിട്ട് വേണം. അത് എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ടെക്നിക്കലി ഞാൻ നല്ലൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇപ്പം പല ആൾക്കാർക്കും ഓപ്ഷൻ ട്രേഡിങ് കൂടി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്റ്റോക്കിൽ നമുക്ക് ഇതുപോലുള്ള സെയിം സെറ്റപ്പുകൾ യൂസ് ചെയ്തിട്ട് ഓപ്ഷൻ ട്രേഡിങ് നമുക്ക് ചെയ്യാം. പക്ഷേ ഓപ്ഷൻ ട്രേഡിങ്ങിൽ കമ്പയർ ടു ഇക്വിറ്റി കുറച്ച് റിസ്ക് കൂടുതലാണ്. അപ്പോൾ അത് മാനേജ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസിലി എന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് നല്ല രീതിയിലുള്ള ട്രേഡുകൾ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കോൾ ഓപ്ഷൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സോ നോക്കാം, ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു അപ്സൈഡ് ബ്രേക്കൗട്ട് ആണ്. ആ ഒരു ടാർഗറ്റ് വരെ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഓക്കെ ഗേസ്, ഫൈനലി ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോളോ ഹോസ്പിറ്റൽ നമ്മുടെ ടാർഗറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. എൻട്രി എടുത്തു. ഇവിടെ നിന്നാണ് എൻട്രി എടുത്തിരുന്നത്. പിന്നീട് അപ്സൈഡ് ബ്രേക്കൗട്ട് നടത്തി, പിന്നെ കുറച്ച് സമയം കൺസോൾട്ടേഷൻ ചെയ്തു. പിന്നീട് ആ ഒരു ഹയർ ലോ ഫോർമേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇക്വിറ്റിയിലും ഓപ്ഷൻസിലും നല്ല പ്രോഫിറ്റ് തന്നെ, കോൾ ഓപ്ഷനിൽ ബൈ ചെയ്ത് നല്ല പ്രോഫിറ്റ് തന്നെയുണ്ട്. അപ്പോൾ ഇനി അധികം ഗ്രീഡി ആവുന്നില്ല, ടാർഗറ്റ് അച്ചീവ് ആണ്. സോ ഞാൻ ഇവിടുന്ന് എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുവാണ്. ആദ്യം ഇക്വിറ്റിയിൽ ഞാൻ ബുക്ക് ചെയ്യാം. ഇക്വിറ്റി എക്സിറ്റ് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കോൾ ഓപ്ഷനിലും എക്സിറ്റ് ചെയ്യുവാണ്. കോൾ ഓപ്ഷനിൽ ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ തിങ്ക് റിജക്ഷനാണ് സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ലായിരിക്കും. ഞാൻ ലിമിറ്റ് ഓർഡർ ഒന്ന് കൊടുക്കാം. വീണ്ടും റിജക്ഷനാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ലിമിറ്റ് ഓർഡറിൽ ഒന്ന് കൊടുക്കാം. 269 സംതിങ് ആണുള്ളത്. സ്റ്റോക്കുകളിൽ ചില സമയം ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ടെന്ന് എല്ലാ ബ്രോക്കേഴ്സും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ലിമിറ്റ് ഓർഡറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, ഓർഡർ സ്ക്വയർ ഓഫ് ആയിട്ടുണ്ട്, പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ എത്രയാണ് പ്രോഫിറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ, സോ യെസ്, ഓൾമോസ്റ്റ് ഇതാണ് ഇന്നത്തെ പ്രോഫിറ്റ് അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ ഇനി വേറെ ട്രേഡുകളൊന്നുമില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സോ ബൈ, താങ്ക് യു.